കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഭുവനേശ്വരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കനിയന്തോൾ, ചീമേനി. മൊബൈൽ 9447730972. ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശമാണെന്നും കാലതാമസമില്ലാതെ അത് നൽകണമെന്നുമുള്ള സുപ്രീം കോടതി വിധി സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PA വേലായുധൻ പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവുമധികം DA കുടിശ്ശികയുള്ള സംസ്ഥാനമാണെന്ന് കേരളം. 35% ക്ഷാമാശ്വാസം ലഭിക്കേണ്ട പെൻഷൻകാർക്ക് ലഭിക്കുന്നത് 15% മാത്രമാണ്. ദീർഘകാലം DA നിഷേധിച്ച സർക്കാർ 3 തവണയായി DA അനുവദിച്ചപ്പോൾ തന്നെ 119 മാസത്തെ കുടിശ്ശിക അനുവദിച്ചിട്ടില്ല. ഇതാദ്യമായാണ് ഒരു സർക്കാർ ഇത്രയും DA കുടിശ്ശിക നിഷേധിക്കുന്നത്. DA അവകാശമല്ലെന്ന സർക്കാർ നിലപാടിനേറ്റ കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. KSSPA ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് പാരിഷ് ഹാളിൽ നടന്ന ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാനുള്ള യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇത് അട്ടിമറിക്കാൻ വേണ്ടി പോയത്. യാതൊരു സംശയവും വേണ്ട. ശമ്പള പരിഷ്കരണം 12ാം ശമ്പള പരിഷ്കരണം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ബാലഗോപാലൻ അവസാനമായി അവതരിപ്പിച്ച ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പോലും ഈ സംസ്ഥാനത്തെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും പരിഷ്കരിക്കാനുള്ള ഒരു കമ്മീഷനെ നിയമിക്കാനുള്ള ഒരു വാക്ക് പോലും ഉപയോഗിച്ചില്ല എന്നുള്ളത് അത് അട്ടിമറിക്കാൻ വേണ്ടി പോവുകയാണ്. 2021 ശേഷം അനുവദിച്ച 3 കോടി ക്ഷാമാശ്വാസം, ആ ക്ഷാമാശ്വാസത്തിന്റെ 118 മാസത്തെ കുടിശ്ശിക പിടിച്ചു വെച്ച സർക്കാർ, ഗവർണമെന്റ് സർക്കാർ 12ാം പെൻഷൻ പരിഷ്കരണവും ശമ്പള പരിഷ്കരണവും അട്ടിമറിക്കുന്നതിന് ഒരു മടിയും കാണിക്കില്ല. അതിന് അനുകൂലമായ നിലപാടുകളാണ് ഭരണാനുകൂല സംഘടനകളും നമ്മുടെ എതിർ സംഘടനയായ KSFയും അനുവദിച്ചത്. ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞമ്പു അധ്യക്ഷനായി. സംഘടനാ പ്രവർത്തനം താഴെത്തട്ടിൽ, മെമ്പർഷിപ്പ് വർധനാ സാധ്യതകൾ, KSSPA പ്രവർത്തകർ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിവരങ്ങൾ എന്നീ വിഷയങ്ങളിലുള്ള ക്ലാസുകൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി R രാജൻ ഗുരുക്കൾ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് T വിനയദാസ്, സംസ്ഥാന സെക്രട്ടറി K രാമകൃഷ്ണൻ എന്നിവർ കൈകാര്യം ചെയ്തു. സമാപന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് V മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നേതാക്കളായ PC സുരേന്ദ്രൻ നായർ, KC രാജൻ, C രത്നാകരൻ, K സരോജിനി, TK എവുജിൻ, ഡോക്ടർ AM ശ്രീധരൻ, PP ബാലചന്ദ്രൻ ഗുരുക്കൾ, നെയ്യാറ്റിൻകര മുരളി എന്നിവർ സംസാരിച്ചു. തോമസ് മാത്യു സ്വാഗതവും ബാബു മണിയങ്ങാനം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.